പക്ഷേ ഒരു 1.5 വർഷം മുമ്പത്തെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ബ്ലോക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം വളരെ ചെറിയൊരു ഏരിയ, 4 സെന്റ് സ്ഥലം കൂടാതെ സൈഡിലോട്ട് റോഡ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര റിക്വയർമെന്റ്സ് ആയിട്ട് ഒരു ആർക്കിടെക്റ്റിനെ കോൺടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ചെയ്യുന്ന ഒരു ക്ലയന്റിന് നമ്മൾ ഈ വാസ്തു കോഡ് ഇൻകോപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സും സ്പെസിഫിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കൺസ്ട്രെയിൻസിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒബ്വിയസ്ലി എല്ലാ പ്രൊജക്റ്റിലും ഒരു ചാലഞ്ചസ് ഉണ്ടാവും ശരിക്കും. അപ്പോൾ ഇവിടുത്തെ ചാലഞ്ചസ് ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് 4.5 സെൻറ്റാണ്, ഒരു സൈഡ് റോഡ് പോകുന്നുണ്ട്, അതുകൂടാതെ വാസ്തുവും. ഈ വാസ്തു ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് 6 മീറ്റർ വിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ആക്ച്വലി നമ്മൾ ഷ്രിങ്ക്ഡാണ്, ഫുള്ളി ഷ്രിങ്ക്ഡാണ്. കാര്യം നമുക്ക് ചെയ്യാനുള്ള സ്കോപ്പ് ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് നമ്മളെ സ്കോപ്പ് ആദ്യം ഡിറൈവ് ചെയ്യും. സ്കോപ്പ് ഡിറൈവ് ചെയ്ത ശേഷം അത് എങ്ങനെയൊക്കെ ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കും. ലൈക്ക് എത്ര സ്പേസസ് അടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ട്രൈ ചെയ്യും. ഇവിടെ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ ടൈം ഇത് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഇത്രയും സെറ്റ് ബാക്ക് വിടണം. സോ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സൈറ്റിൻ്റെ എക്സ്റ്റൻഷൻ ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ലൈക്ക് ഒരു സൈഡ് അബട്ട് ചെയ്യാം, ആൻഡ് സെക്കൻഡ് തിങ് ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയ നമുക്ക് യൂസ് ചെയ്യത്തക്ക രീതിയിലൊരു വോൾ റേസ് ചെയ്ത് അവിടെ ഒരു റിക്രിയേഷണൽ ഏരിയ ആക്കി മാറ്റി നമ്മൾ. സോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു കോമൺ സ്പേസസ് കംപ്ലീറ്റ്ലി ഒരു ലൈവ് ആവുന്ന കണ്ടീഷനാക്കി മാറ്റി നമ്മൾ ഫസ്റ്റ്. സോ അപ്പോൾ നമുക്കൊരു കോമൺ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ലിവിങ്, ഡൈനിങ്, ഫോയർ ആൻഡ് സ്റ്റെയർ കേസ്, എവറിത്തിങ് ആ ഒരു സ്പേസിലേക്ക് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു പ്രൈവറ്റ് ഏരിയ ആയിട്ടുള്ള ബെഡ്റൂമും അതേപോലെ തന്നെ ഒരു കിച്ചണും നമ്മൾ ഒരു സൈഡിലേക്ക് ഒരു സൈഡിലേക്ക് ഡിറൈവ് ചെയ്ത് എടുത്തപ്പോൾ ആ ഒരു സ്പേസ് കംപ്ലീറ്റ്ലി ലോക്ക്ഡായി മാറി ശരിക്കും. പിന്നെ അൾട്ടിമേറ്റ്ലി ക്ലയൻറ്റിന് ആഗ്രഹം ഉണ്ടാവും ഒരു ഷോർട്ടർ സ്പേസിൽ ഇരിക്കാൻ പറ്റില്ല, സോ കുറച്ചും കൂടി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസിലേക്ക് വരണമെന്ന്. സോ ഭയങ്കര ഓപ്പൺനെസ്സോടുകൂടി നമ്മൾ കുറച്ചും കൂടി ലൈറ്റ് വരുന്ന രീതിയിൽ ഡബിൾ ഹൈറ്റ് സ്പേസസ് ആക്കി മാറ്റി. അതുപോലെ ഒരു ഫ്രണ്ടിലേക്ക് ഒരു കാൻലിവർ സ്പേസ് കൊടുത്ത് അവിടെ ഒരു ബെഡ്റൂം എടുത്ത് ആ രീതിയിലേക്ക് ഫ്രണ്ടിലേക്ക് ഒരു പുഷും കൂടി കൊടുത്തു. സോ അത് നല്ല എലിവേഷനിൽ കോംപ്ലിമെൻറ്റ് ചെയ്യും ശരിക്കും. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ ഈ കൺസ്ട്രെയിൻസ് എല്ലാം വെച്ച് നമ്മൾ ഈ പ്രോജക്റ്റിന് ഡിസൈൻ ചെയ്തെടുത്തത്.